നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളക്കരയെ പിടിച്ചുകുലുക്കിയ വരുൺ പ്രഭാകർ കൊലക്കേസിൽ പോലീസിന്റെ അനാസ്ഥയെന്ന് ആരോപിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. കേസന്വേഷണത്തിനായി അമേരിക്കയിലേക്ക് പോയ CID രാംദാസിനെയും വിജയനെയും അന്വേഷിച്ച് മറ്റൊരു അന്വേഷണ സംഘത്തെ അയക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് BD ദിനേശൻ. എന്നാൽ കുത്തക മുതലാളിത്തവും ഗ്ലോബൽ വാർമിംഗും മൂലമാണ് കേസന്വേഷണം വൈകുന്നതെന്ന് മുഖ്യമന്ത്രി. ആകാശവും പൂവിനാഘോഷങ്ങൾ കാണുമ്പോൾ നാണിക്കുന്നു, ആഹ്ലാദത്തിൽ പൂക്കുമീയുന്മാദം നമ്മെയും പന്താടുന്നു. മറക്കാം ആവേശങ്ങൾ, രസിക്കാം സുഖിക്കാം. Mama walisema nami sikuwasikiza, sasa na mimi niko hatarini, nitafanyaje? എന്തിനാ കടന്നു പൊടിച്ചു പോകുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? ഉണ്ട ചോറിന് നന്ദി വേണമടാ, നന്ദി. അമേരിക്കയിൽ വന്നതിൽ പിന്നെ ഞാൻ ചോറുണ്ണാറില്ല. ബർഗർ കിങ്, KFC, പിസ്സ ഹട്ട് ഇതൊക്കെയാ തിന്നാറ്. നീ എന്ത് പിന്നാക്കെങ്കിലും തിന്നെ, പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം. നമ്മൾ വരുൺ കൊലക്കേസ് അന്വേഷിക്കാൻ അമേരിക്കയിൽ വന്നിട്ട് മാസം 3 കഴിയുന്നു. ഈ മദാമ്മമാരുടെ കൂടെ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്നതല്ലാതെ കേസ് അന്വേഷണത്തിൽ നീ എന്തെങ്കിലും താല്പര്യം കാണിക്കുന്നുണ്ടോ? കേസ് അന്വേഷിക്കാൻ എനിക്ക് തൽക്കാലം മനസ്സില്ല. ഇന്നലെ നീ ആ മദാമ്മയോട് എന്താ പറഞ്ഞത്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, വീട്ടുപണിക്ക് കൂടെ കൊണ്ടുവന്നതാണ് അല്ലേ? അതുകൊണ്ട് BCom ഫസ്റ്റ് ക്ലാസ് ആയ നീ പോയി ജോർജ് കുട്ടിയെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്താ നിന്നെന്നാ പറഞ്ഞിപ്പോയോ? വിജയ, 2 വർഷം മുമ്പാണ് മകളുടെ ചികിത്സയ്ക്കായി ജോർജ് കുട്ടി കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് വന്നത്. അതിൽ പിന്നെ ജോർജ് കുട്ടിയെ ആരും കണ്ടിട്ടേയില്ല. തെളിവുകൾ ഉണ്ടാക്കാനും തെളിവുകൾ മാറ്റാനും മിടുക്കുള്ള അയാൾക്ക് അറിയാതെ പറ്റിയ ഒരു പിഴവ്. അവിടെ വെച്ചാണ് ഈ കേസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതും IG തോമസ് ബാസ്റ്റിൻ നമ്മളെ കേസ് ഏൽപ്പിക്കുന്നതും. ഓലക്കേട മൂട്, നമ്മളെ ഇങ്ങോട്ട് വിട്ട IGക്ക് വോട്ടാമൻ. എന്താണ് ഈ ജോർജ് കുട്ടിക്കെതിരെ പോലീസിന് കിട്ടിയ പുതിയ തെളിവ്? വരുണിന്റെ ചിതാഭസ്മം പൊതിഞ്ഞ തുണി കഷ്ണത്തിന്റെ ബാക്കിയും അത് വാങ്ങിച്ച കടയിൽ നിന്നും റെസിപ്റ്റും. കോടതിയിൽ ചെല്ലുമ്പോൾ അയാൾ പറയും ആ തുണി അയാളുടെ ഭാര്യക്ക് ബ്ലൗസ് തയ്ക്കാൻ വാങ്ങിയതാണെന്ന്. അയാളെ വെറുതെ വിടുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ജോർജ് കുട്ടിയെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ ഇന്ത്യയിലേക്കില്ല. ദാസ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. കേരള പോലീസിനെ 2 തവണ മൂക്കുകൊണ്ട് വരപ്പിച്ച ഒരു വലിയ ക്രിമിനലാണ് ജോർജ് കുട്ടി. നമ്മളെ കൊണ്ട് അയാളെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം അമേരിക്കയൊക്കെ കണ്ടുതീർത്തിട്ട് നമ്മൾ ആ IG പറയുന്നു ജോർജ് കുട്ടി ഇംഗ്ലണ്ടിലേക്ക് കടന്നു. അങ്ങനെ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പറക്കുന്നു. പിന്നെ സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, പോളണ്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെ. വിജയ, നിനക്കെങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? CID ഡിപ്പാർട്ട്മെന്റിന്റെ ചോരയാണടാ ഈ സിരകളിൽ കൂടെ ഒഴുകുന്നത്. കൊലയാണ്. എന്റെ ഗുരുവായൂരപ്പ, എങ്ങനെയെങ്കിലും ആ ജോർജ് കുട്ടിയെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കണേ. Hello, this is George from Tekumuttil Insurance Corporation. You want insurance? I'll give you insurance. When you die, I get money. Oh, I'm sorry. You get money. Lots of money. What? You want to talk to only Grigory? But I will give you good rate. What hold? Ayo. സായിമാർക്ക് ഇത്രയും തെരു പറയാൻ അറിയോ? എടാ ഗിരിഗിരി, നീ ഇതെവിടെ പോയി കിടക്കുക? നീയേ ഇന്ന് വൈകിട്ട് വീട് വരെ ഒന്ന് വരണം. എടാ ഇന്നലെ രാത്രി പിന്നെ ഒരുത്തും നമ്മുടെ അടുക്കള കയറി. ഞാൻ വിടുവോ? ഒറ്റ അടിക്ക് തീർന്നു. ഇന്നാളെ കയറിയവൻ തന്നെയാ. അതേ, നീ വന്നിട്ട് വേണം അവനെ ഒന്ന് കുഴിച്ചിടാൻ. ബാക്കിയാടിൽ അല്ലാതെ എവിടെയാ? നാളെ വരാമെന്നോ? പറ്റില്ല, ഇന്ന് തന്നെ കുഴിച്ചിടണം. മറക്കരുത് കേട്ടോ. എന്നാ ബൈ, വൈകുന്നേരം കാണാം. വിജയ, എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ? ജോർജ് കുട്ടി അടുക്കളയിൽ കയറിയ ആരെയോ ഒറ്റയടിക്ക് കൊന്നെന്നല്ലേ അയാൾ പറഞ്ഞിട്ട് പോയത്? നീ അയാളുടെ കയ്യിലെ ആ മൺകലം ശ്രദ്ധിച്ചോ? വരുണിന്റെ ചിതാഭസ്മം കെട്ടാൻ ഉപയോഗിച്ച അതേ ചുവന്ന തുണി. അതെ, ഇതാ വരുണിനെ കൊന്ന ജോർജ് കുട്ടി തന്നെ.
ഇയാൾക്കെന്താ എല്ലുപൊടിയുടെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. അമേരിക്കയിൽ വന്നിട്ടും സെയിം മോഡസ് ഓപ്പറാൻഡി. പക്ഷേ രൂപമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അമേരിക്കയിലാണോ ദാസ രൂപമൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ട്? നീ ശ്രദ്ധിച്ചോ? അയാൾ ആദ്യം ആൾക്കാരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുന്നു. എന്നിട്ട് അവരെ എന്തോ പറഞ്ഞ് അടുക്കളയിൽ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഒരേലിയെ കൊള്ളുന്ന ലാഘവത്തിൽ അവരെ താട്ടുന്നു. ഇൻഷുറൻസ് തുക തട്ടാൻ ആൾക്കാരെ കൊന്നൊടുക്കുന്ന കൊടും ക്രിമിനൽ. ദാസ ഹീസ് എ സീരിയസ് കില്ലർ. സീരിയസ് കില്ലർ അല്ല, സീരിയൽ കില്ലർ. CID വിജയൻ, CID രാംദാസ്. നമ്മൾ ഓപ്പറേഷൻ തുടങ്ങുകയാണ്. അയാൾ ആ ഡെഡ് ബോഡി കുഴിച്ചിടുന്നതിന് മുൻപ് കൈയോടെ പിടിച്ചാൽ പിന്നെ ഒരു കോടതിയിലും അയാൾക്ക് രക്ഷപ്പെടാനാവില്ല. നില്ല് ആദ്യം ഞാൻ ആ ചാനലുകാരെയൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. വരുൺ പ്രഭാകർ കൊലക്കേസിൽ സുപ്രധാന വഴിത്തിരിവ്. അമേരിക്കയിലേക്ക് കടന്ന പ്രതി ജോർജ് കുട്ടിയെ CIDകൾ കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി CID വിജയൻ അമേരിക്കയിൽ നിന്ന്. മിസ്റ്റർ വിജയൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം? മിസ്റ്റർ ഹാഷ്മി, പ്രമാദമായ ഈ കേസിലെ പ്രതി ജോർജ് കുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അയാളെയും കുടുംബത്തെയും ഞാൻ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അല്ല മിസ്റ്റർ വിജയൻ, അപ്പോൾ CID രാംദാസ് കൂടിയില്ലേ? ഇല്ല, കഠിനമായ പ്രയത്നം കൊണ്ട് ഞാൻ ഒറ്റക്കാണ് കണ്ടുപിടിച്ചത്. ഈ ജോർജ് കുട്ടിയെ മാത്രമല്ല, ജോർജ് എന്നു പേരുള്ള എല്ലാ പകൽമാന്യന്മാരെയും ഈ CID വിജയൻ കുപ്പിയിലാത്തിയിരിക്കും. നാട്ടിൽ എനിക്കായി ഒരു വൻ സ്വീകരണം തയ്യാറാക്കാൻ പറഞ്ഞേക്കൂ. നന്ദി മിസ്റ്റർ വിജയൻ. അങ്ങനെ കേരളക്കരയെ ഞെട്ടിച്ച വരുൺ കൊലക്കേസിന് തിരശ്ശീല വീഴുകയായി. ഇനി മറ്റുള്ള വാർത്തകളിലേക്ക് കിടക്കാം. ഇച്ചായ, ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് എത്ര കൊല്ലമായി? ഇനിയെങ്കിലും ഈ ലുങ്കി ഉടുക്കുന്നതൊന്ന് നിർത്താൻ മേലേ? ചക്കിമോളുടെ ഫ്രണ്ട്സ് എന്നാള് ചോദിക്കുക, അവളുടെ പപ്പ എന്താ എപ്പോഴും സ്കേർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നേന്ന്. എന്താ റിൻസി, ഈ ലുങ്കി ഉടുക്കുന്നതിന്റെ സുഖം ഉണ്ടല്ലോ, അത് സായിപ്പുമാര് പിള്ളേരോട് പറഞ്ഞാതൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല. അല്ല, പറഞ്ഞ പോലെ ചക്കിമോൾ എന്ത്? അവൾ ഇന്നലെ മുതൽ ആ ട്വലൈറ്റും പിടിച്ചിരിക്കുന്നതാ. ഇന്നലെ മുതൽ ടോയ്ലറ്റിലോ? അതിനടി കൊച്ചിന് വല്ല വൈറ്റ് ലാസുമാണോ? എന്റെ ഇച്ചായ, ടോയ്ലറ്റ് അല്ല, ട്വലൈറ്റ്. അത് ഈ ടീനേജ് പിള്ളേരൊക്കെ വായിക്കുന്ന ഏതാണ്ട് നോവലാ. ഈ പിശാചുകൾ തമ്മിലുള്ള പ്രേമം എങ്ങാണ്ടാ കഥ. കൊള്ളാം. ഞായറാഴ്ച പള്ളി വാ മക്കളെ എന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാ. പിശാചിന്റെ പുസ്തകം വായിക്കാനാണെങ്കിൽ അവർക്ക് വലിയ താല്പര്യമാണ്. അല്ല, അപ്പച്ചൻ എന്നാ നടക്കാൻ പോയതായിരുന്നോ? കൊച്ചുകുഞ്ഞേ, ഇതെന്നാ ബോളാടാ? ആ വഴി കിടന്ന് കിട്ടിയതാ. ഓ അതോ, അതിപ്പോഴത്തെ ഒരു പുതിയ തരം കളിയാ. എന്തോ പിക്കിൾ ബോളോ ഇക്കിളി ബോളോ അങ്ങനെ എങ്ങാണ്ടാ അതിന്റെ പേര്. അല്ല, അപ്പച്ചൻ എന്നാത്തിനാ ഈ വഴി കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി വീട്ടിൽ കൊണ്ടുവരുന്നത്? ആ പിക്കിൾ ബോൾ, അത് കൊള്ളാമല്ലോടാ. എനിക്ക് ഒന്ന് കളിക്കണമല്ലോ. അപ്പച്ചൻ ഈ പ്രായത്തിൽ എന്നാത്തിന്റെ സൂക്കേടാ? അതിന്റെ ബാറ്റിനൊക്കെ എന്നാ വിലയാണെന്ന് അറിയാവോ? അല്ലെ, ഒരു കാര്യം ചെയ്യേ, അപ്പച്ചന് കളിക്കാൻ തോന്നുമ്പോ ഇന്നാ ഈ കട്ടിംഗ് ബോർഡ് വെച്ചാൽ കളിച്ചു. പിക്കിൾ ബോൾ ബാറ്റ് ഇതുപോലെ തന്നെ ഇരിക്കുന്നേ. എടാ ഗിരിഗിരി, ഈ വിക്കും വെച്ചോണ്ട് പാട്ട് പാടേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടായി, വിക്കൊന്നും അല്ല, പുതിയ K-pop സോങ്ങാ. എടാ, നിന്നോട് ഞാൻ എലിയെ ഒന്ന് കുഴിച്ചിടാൻ പറഞ്ഞിട്ട് നീ ഈ പിള്ളേരുടെ കൂടെ നടക്കുവാണോ? അത് ചീഞ്ഞു നാറും. Daddy, Gregory uncle helped to find a cool name for our K-pop band. ചേട്ടായി, നല്ല കിടുക്കാച്ചി പേരാ. Go for Korea, Rang for Color. ഇന്ത്യ രണ്ടും കൂടെ ചേരുമ്പോ കൊരങ്ക്. കൊരങ്ങ്, നല്ല പേര്. ദയവ് ചെയ്ത് നിനക്കൊരു കൊച്ചുണ്ടായാൽ അതിന് നീ പേരിടരുത് കേട്ടോ. No, Daddy, it's not Koram. It's Koram. എന്നാ പിന്നെ കിണ്ടി എന്നിടാൻ മേലാർന്നോ? കൊറിയയുടെ കെയും ഇന്ത്യയുടെ ഇണ്ടിയും. കിണ്ടി ബാൻഡ് കൊള്ളാം. ഇച്ചായോ, അവൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കാതെ. അതെ, ചേട്ടായിക്ക് ഒരു അപ്രിസിയേഷൻ ഇല്ല. ഞാൻ ചേട്ടായിയെ പറ്റി ഒരു കവിത വരെ എഴുതിയിട്ടുണ്ട്, കേട്ടു നോക്ക്. ജോർജ് മോനെ ജോർജേ, യു ആർ മൈ കണ്ണിൻ മണി. ട്യൂണൊക്കെ നല്ല K-pop സ്റ്റൈലാ. മത്തായിക്കുഞ്ഞെ, അതൊന്നും കളിച്ചു കാണിച്ച്.
George Mona George, you are my gun and money. George Mona George, why you won't plenty money? Appa bharanam vendappa, idu New York life endappa. We are New York boys, papa. Sorry, papa. Appa bharanam vendappa, idu New York life endappa. We are New York boys, papa. Sorry, papa. നിർത്ത് മേലാൽ ഇമാതിരി തോന്നിവാസം കാണിച്ചോണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ഒരു കൊരങ്ങ് ബാൻഡ്. ഇതാരാ പോലും ഇത് ഈ കോട്ടും തൊപ്പിയൊക്കെ വെച്ച് വരുന്നു? തൃക്കോത്രിക്കാര് ഹാലോവിൻ ബിരുവിന് നേരത്തെ ഇറങ്ങിയോ? മിസ്റ്റർ ജോർജ് കുട്ടി അല്ലേ? യെസ്, ജോർജ് തേക്കുമുട്ടിൽ. അല്ല, നിങ്ങൾ? ഐ ആം CID രാംദാസ് ആൻഡ് ദിസ് ഇസ് CID വിജയൻ. വി ആർ കിഡ്സ് ഫ്രം ഇന്ത്യ. കിഡ്സ് അല്ല, കോൺസ്റ്റബിൾ വിജയൻ ഉദ്ദേശിച്ചത് CIDs എന്നാണ്. മിസ്റ്റർ ജോർജ്, യു ആർ അണ്ടർ അറസ്റ്റ്. വരുൺ പ്രഭാകരനെ കൊന്നതുപോലെ തന്നെ ഇന്നലെ നിങ്ങളുടെ അടുക്കളയിൽ കയറിയ ഏതോ ഒരു പാവം പയ്യനെ നിങ്ങൾ അടിച്ചു കൊന്നത് ഞങ്ങൾ അറിഞ്ഞു. കോൺസ്റ്റബിൾ വിജയ, വേഗം പോയി ആ ബോഡി കണ്ടുപിടിക്കൂ. ദാസ, ഒരു നിമിഷം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുള്ള നിന്റെ ഈ കോൺസ്റ്റബിൾ വഴി എനക്ക് തീരെ ദഹിക്കുന്നില്ല. പ്രീ ഡിഗ്രിക്ക് തൊട്ട് നിന്നെ BCom ഫസ്റ്റ് ക്ലാസ് ആയ ഞാൻ പിന്നെ IG എന്ന് വിളിക്കണോ? CID BCom CID പ്രീ ഡിഗ്രി CID എന്നൊന്നില്ല. ഇച്ചായ, ഇത് യൂട്യൂബിലൊക്കെ കാണുന്ന എന്തോ പ്രാങ്ക് ആണെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മുണ്ടൊക്കെ മാറ്റാൻ? ഷോ, പുതിയ സാരി ഉടുക്കാമായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ പാർട്ടിക്ക് ഉടുത്തതാ. മിസ്റ്റർ ജോർജ് കുട്ടി, സത്യം പറ, വേർ ഈസ് ദ ബോഡീസ്? പറഞ്ഞത് കേട്ടില്ലേ? മാഡം, വി വാണ്ട് ടു സീ യുവർ ബോഡീസ്. ആഹാ, വീട്ടിൽ കയറി വന്ന് പെണ്ണുങ്ങളോട് ബോഡീസ് കാണുന്നു എന്ന് പറയുന്നു. അലവലാതി. അയ്യോ മാഡം, തെറ്റിദ്ധരിക്കരുത്. കോൺസ്റ്റബിൾ വിജയൻ ഇംഗ്ലീഷിൽ വളരെ വളരെ വീക്കാണ്. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡി എവിടെ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്, അല്ലാതെ അയ്യേ. ആഹാ, മിസ്റ്റർ ജോർജ് കുട്ടി, ഇന്നലെ രാത്രി അടുക്കളയിൽ കയറി ആരെയോ നിങ്ങൾ അടിച്ചു കൊന്നില്ലേ? ആ ബോഡി കുഴിച്ചിടാൻ നിങ്ങൾ ഗ്രിഗറി എന്ന ഗുണ്ടയോട് വീട്ടിലേക്ക് വരാൻ ഫോണിൽ പറയുന്നത് ഞങ്ങൾ കേട്ടു. അല്ല ഇച്ചായ, ഇവരിനി ഇന്നലെ എലിപ്പെട്ടിയിൽ വീണ എലിയുടെ കാര്യമാണോ പറയുന്നേ? ഗ്രിഗറി ഇപ്പോൾ അതിനെ കുഴിച്ചിടാൻ അങ്ങ് പോയതേ ഉള്ളൂ. യോ, എലിയോ? എലിയെ കുഴിച്ചിടുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? യോ, എലി വിജയ. അപ്പോൾ ഈ ചിതാഭസ്മം എലിയുടേതായിരിക്കും. അതാ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പയെല്ലുവാ. ഗ്രിഗറിക്ക് വലിയ ഇഷ്ടവാ. ഇതാരുടെ ഈ ചിതാഭസ്മം ഒന്നും അല്ലടാ. അയ്യേ, കപ്പയല്ലും. ഛേ, അപ്പോൾ യു ആർ നോട്ട് എ സീരിയസ് കില്ലർ. ഇത്രയും നേരം ഞാൻ സഹിച്ചു തന്നു. ഇനി നീ ഇംഗ്ലീഷ് പറയാൻ വാ തുറന്നാണല്ലോ അടിച്ചെന്നിട്ട്. ഞാനെന്താ പള്ളി പണിയോ എപ്പോഴും കയറി അടിക്കാൻ? നിനക്ക് ഇത് കിട്ടിയാ പോരാ. ചാനലുകാരുടെ മുന്നിൽ ആണാവാൻ നോക്കിയതല്ലേ? ഈശ്വര, ഏത് നേരത്താണോ ഈ വട്ടന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്? വിദ്യ കുഷ്മാണ്ഡം. നിന്റെ അച്ഛനാണ് ആ വട്ടൻ. അപ്പോൾ നിങ്ങൾ ശരിക്കും കേസ് അന്വേഷിക്കാൻ വന്നവരായിരുന്നോ? ഓ, ഇനി ഇതിപ്പോ അടുത്ത കുരിശാരാണാവോ പോലും. ഹലോ, എനിക്ക് അത്രയ്ക്കങ്ങ് മനസ്സിലായില്ല. ആരാ റിൻസി? ആ ജോർജ് എന്ന് പറഞ്ഞ് ഇങ്ങ് കയറി പോന്നു. ഞാൻ വിചാരിച്ചു ആ ഗ്രിഗറിയുടെ ഫ്രണ്ട് ആണെന്ന്. ഞാനൊരു പാവം ജോർജ് സാറാണ്. ദാസ, ഏതാ ഈ അലവലാതി? റാന്നി പെരുന്നാട് CA ആണ് നീ ഗവനിക്കാത്തത്. അല്ല ദാസ മോനെ, അമേരിക്കയിൽ വന്ന് കേരള പോലീസിന്റെ കാശ് കട്ടുമുടിക്കുവാന്നോ രണ്ടുപേരും കൂടെ? താൻ ആരാ? മുഖ്യമന്ത്രി നേരിട്ട് തന്ന ഓർഡറാണ് ഖജനാവ് മുടിപ്പിക്കുന്ന CIDകളെ പിടിച്ചോണ്ടുവരാൻ. അതുകൊണ്ട് നമുക്കിന്ന് രാത്രി അമേരിക്കയൊക്കെ കണ്ടു തീർത്തിട്ട് നേരെ നാട്ടിലോട്ട് വിടാം. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ തൽക്കാലം മനസ്സില്ല. മുഖ്യമന്ത്രിയോട് പറ CID വിജയനും ദാസനും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയെന്ന്.
നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ, നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നിങ്ങളെ നാട്ടിലോട്ട് കൊണ്ടുപോകാനേ എനിക്കറിയാം. ഈ CID രാംദാസിന്റെ കയ്യിൽ നിന്നും ഇനി നിനക്ക് രക്ഷപ്പെടാനാകില്ല. അടിക്കടാ അവനെ. ഇനി നീ എടുക്കു ദാസ. ഓടിക്കോ. വീഴും. നിന്നെ നോക്കില്ലേ? ശോ, ഈ ചായനിത് എന്നാ ധൈര്യമാ. ഈ ചായൻ സൂപ്പറാ. അത് പിന്നെ അവൻ എന്റെ മോനല്ലേ. പണ്ട് പടത്തലവന്മാരുണ്ടായിരുന്ന തറവാടാ തേക്കുമൂട്ടിൽ. എന്നാലേ പടത്തലവന്മാരിങ്ങ് വന്നാട്ടെ, ഇനി നമുക്ക് എള്ളിയും കപ്പയുമായി യുദ്ധം ചെയ്യാം. ഹലോ, തേക്കുമുട്ടിൽ ഇൻഷുറൻസ്. എന്റെ പേര് ജോർജ് കുട്ടി. ഭാര്യയുടെ പേര് റാണി. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതാണ് എന്റെ കുടുംബം. എനിക്ക് ഒരു ഇൻഷുറൻസ് വേണമായിരുന്നു. യെസ്, തീർച്ചയായും. ഐ ഹാവ് ഇൻഷുറൻസ് റെഡി ഫോർ യു. വാട്ട്സ് യുവർ നെയിം? ജോർജ് കുട്ടി. അത് കൊള്ളാമല്ലോ. എൻ്റെ പേരും ജോർജ് എന്നാ. ജോർജ് തേക്കുംമൂട്ടിൽ. എന്ത് മൂട്? തേക്കുംമൂട്. എന്ത് മൂട്? തേക്കുംമൂട്. അല്ല, ഓണം മൂട്. ഹാപ്പി ഓണം.